സഹജീവികളുമായി ഫ്രാൻസിസ് നേടുന്ന താതാത്മ്യം മനുഷ്യരിൽ ഒതുങ്ങുന്നില്ല. കൊച്ചു കാലുകൾ കുലുക്കുന്ന മുയലും പൂവിട്ട ബദാം മരവും ഫ്രാൻസിസിന് സഹോദരനും സഹോദരിയുമാണ്. കല്ലും പുഴയും പോലെ അചേതനമെന്ന് കരുതപ്പെടുന്ന വസ്തുക്കളിലും അദ്ദേഹം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ നിറവ് ദർശിക്കുന്നു. ബദാം മരത്തോട് പറയുന്നു, നിന്നെ നട്ട കൈകൾക്ക് സ്തുതി. എൻ്റെ കൊച്ചു സോദരി, നീ എന്നും മുന്നിൽ നിൽക്കുന്നു. ശീതകാലത്തിനെതിരെ ചെറുത്ത് നിൽക്കുവാൻ ആദ്യം ധൈര്യപ്പെടുന്നത് നീ, ആദ്യം പൂവിടുന്നതും നീ. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ആദ്യത്തെ സഹോദരന്മാർ ഇവിടെ നിൻ്റെ പൂങ്കൊമ്പുകൾക്ക് കീഴിൽ വന്നിരിക്കും. കുരുവികളോടും പിറാവുകളോടുമുള്ള ഫ്രാൻസിസിൻ്റെ പ്രഭാഷണം ഒരു സങ്കീർത്തനം തന്നെയാണ്. അടയിരിക്കുന്ന പെൺകിളികളുടെ നോവിനെ ലഘൂകരിക്കുവാൻ ദൈവം ആൺപക്ഷിയായി കീഴ്ക്കൊമ്പിലിരുന്ന് പാടുന്നുവെന്നും ദൈവമാണ് പക്ഷികളുടെ നെഞ്ചിലും തൊണ്ടയിലും സംഗീതം നിറച്ചതെന്നും അദ്ദേഹം അവരോട് പറയുന്നു. പക്ഷികൾ അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടുന്നു, നിരന്നിരിക്കുന്നു. ഒരു കൊച്ചു പ്രാവ് അദ്ദേഹത്തിൻ്റെ തോളിൽ പറന്നിരിക്കുന്നു.